എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ട് ആർക്കും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ കർക്കിടക മരുന്ന് കഞ്ഞിയാണ്. ഇന്നത്തെ ഈ ഒരു മരുന്ന് കഞ്ഞി നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ്. അതും നമ്മുടെ വീട്ടില് നിത്യമുള്ള ചേരുവകൾ കൊണ്ട് മാത്രമാണ് കഞ്ഞി തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിലേക്ക് മധുരമൊക്കെ ചേർത്ത് തയ്യാറാക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഞാനിപ്പോ നമ്മുടെ വീട്ടിലുള്ള ഡയബറ്റിക് പേഷ്യൻസിന് വരെ കുടിക്കാൻ പറ്റുന്ന രീതിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. പണ്ടുകാലം മുതലേ തയ്യാറാക്കി കുടിച്ചുകൊണ്ടിരുന്ന ഈ ഒരു കർക്കിടക കഞ്ഞി എങ്ങനെയാണ് വളരെ ഹെൽത്തി ആയിട്ട് തന്നെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കൂടെ കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് കർക്കിടക ഗോതമ്പ് കഞ്ഞി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് അളവില് നുറുക്കിയ സുജി ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഗോതമ്പ് പാത്രത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് അളവില് ചെറുപയർ ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. അങ്ങനെ ചെറുപയറും ഗോതമ്പും കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചേരുവകൾ കൂടെ ചേർക്കണം. 1 ടേബിൾ സ്പൂൺ അളവില് ഉലുവ, 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ആശാളി, 1 ടേബിൾ സ്പൂൺ അളവില് നല്ല ജീരകം. ഇനി ഒരിക്കൽ കൂടെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. അങ്ങനെ ഗോതമ്പെല്ലാം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി കുതിർന്നു വരാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 മണിക്കൂർ നേരമെങ്കിലും ഇതൊന്ന് കുതിർന്നു വരണം. അതിനായിട്ട് നമുക്കൊന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കാം. നമ്മൾ ഈ കഞ്ഞി കുടിക്കുന്നത് വൈകിട്ടാണ്. കഞ്ഞി കുടിക്കുമ്പോൾ നിങ്ങൾ നോൺ വെജ് ഒന്നും ഉപയോഗിക്കരുത്. ഇനിയിപ്പോൾ അരി കുതിർന്നു വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു 3 മണിക്കൂർ നമ്മുടെ ഗോതമ്പ് കുതിർത്തിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുന്നതിനായിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റാം. കുക്കറിൽ വേവിച്ചെടുക്കുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഇപ്പോൾ മൺകലത്തിൽ വെച്ചും ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി ഒരു കുക്കർ എടുത്ത് വെക്കാം. ഇതിലേക്ക് കുതിർത്തിയിട്ടുള്ള ചേരുവകൾ വാരിയിട്ട് കൊടുക്കാം. കുതിർത്തിയ വെള്ളവും നമുക്കിത് തന്നെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് നമ്മൾ കുതിർത്താനായിട്ട് മാറ്റിയിട്ടുള്ളത്. അതേ വെള്ളത്തിൽ തന്നെ നമുക്ക് ഗോതമ്പ് വേവിച്ചെടുക്കാം. ഈ ഗോതമ്പിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിന്റെ ഒരു 1/4 ഭാഗം നിൽക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി കഞ്ഞിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1 നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ അളവിൽ നെയ്യും ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി കുക്കർ മൂടി ഒരു 4 വിസിൽ വരുന്നത് വരെയും വേവിച്ചെടുക്കാം. ഇനി കുക്കർ മൂടി അടുപ്പിലേക്ക് വേവിക്കാനായിട്ട് മാറ്റാം. അങ്ങനെ ഒരു 4 വിസിൽ കൊണ്ട് നമ്മുടെ ഗോതമ്പ് ഒന്ന് വെന്ത് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ നാളികേരം ഒന്ന് അരച്ചെടുക്കാം. ഗോതമ്പ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതുപോലെ അരമുറി നാളികേരം തിരുമിയതും 4 വെളുത്തുള്ളി അല്ലിയും 1 നുള്ളു നല്ല ജീരകവും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ട് വെക്കാം. അങ്ങനെ നമ്മുടെ ഗോതമ്പ് കർക്കിടക കഞ്ഞി ഇപ്പോൾ ഒരു 4 വിസിലിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുക്കറിന്റെ എയറും പോയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉടൻ തന്നെ കുക്കറിന്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. നല്ലതുപോലെ തന്നെ ഗോതമ്പെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരച്ചെടുത്തിട്ടുള്ള നാളികേര കൂട്ടുകൂടെ ചേർക്കാം. നാളികേരം അരച്ചെടുത്തിട്ടുള്ളത് അല്പം ലൂസായിട്ടാണ്. ഇനി ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. കഞ്ഞി നല്ല കട്ടിയായിട്ടാണ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ നാളികേരം അരച്ചെടുക്കുമ്പോൾ അല്പം ലൂസായിട്ട് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നല്ലോണം തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഉള്ളത്. നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലാണ് ചേർക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. 1 നുള്ളു ഉപ്പ് കൂടെ ചേർക്കാം. നമ്മൾ വളരെ ഉപ്പ് കുറച്ചാണ് കഞ്ഞിയിലേക്ക് ചേർത്തിട്ടുള്ളത്. നാളികേരം അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതിയാകും. ഇപ്പോൾ നമ്മുടെ കർക്കിടക കഞ്ഞി ഇവിടെ ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഈ കുക്കർ താഴേക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് താളിപ്പ് ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. പാൻ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 4 ടീസ്പൂൺ അളവില് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 5 കൊച്ചുള്ളി കട്ട് ചെയ്തിട്ട് ചേർക്കാം. കൊച്ചുള്ളി ഇനിയൊന്ന് മുരിഞ്ഞു വരട്ടെ. ഉള്ളി ഒന്ന് മൂപ്പായി തുടങ്ങിയാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലോണം ഒന്ന് മുരിയിച്ചെടുക്കാം. ഉള്ളിയെല്ലാം ഒന്ന് മൂപ്പായി വന്നിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ താളിപ്പ് ഈ ഒരു കർക്കിടക കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള കർക്കിടക കഞ്ഞി ഇവിടെ റെഡിയാണ്. ഈ ഒരു കഞ്ഞി തേങ്ങാ ചമ്മന്തിയുടെ കൂടെയോ അല്ലെങ്കിൽ മാങ്ങാച്ചാറിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒന്ന് തന്നെയാണ്. നിങ്ങൾക്ക് ഇതിലേക്ക് മധുരം ചേർത്ത് കഴിക്കാനാണ് താല്പര്യമെങ്കിൽ നമ്മളിപ്പോൾ താളിച്ച് ചേർത്തിട്ടുള്ള ചേരുവകൾ ഒഴിവാക്കാവുന്നതാണ്. അങ്ങനെ താളിപ്പും ചേർത്ത് നമ്മുടെ കഞ്ഞി നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് കൂടെ മാറ്റാം. ഈ ഒരു കർക്കിടക മാസത്തില് എല്ലാവരും തയ്യാറാക്കി കഴിക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കഞ്ഞിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കണ്ടുമുട്ടാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.